ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. സത്യഭാമയുടെ വീട്ടിൽ അർജുന് ഭക്ഷണം കൊടുക്കുകയാണ് പ്രീതി. അതേസമയം ശാലിനി കൊടുത്ത താജ്മഹലും നോക്കിയിരിക്കുന്ന വിഷ്ണുവിന്റെ അടുത്തേക്ക് സുസ്മിത എത്തുകയാണ്. വിഷ്ണുവേട്ട എന്ന് വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഉണരുകയാണ് വിഷ്ണു. സുസ്മിതയുടെ ശബ്ദം കേട്ട് എവിടെയാ ഒളിപ്പിക്കുക എന്നും പറഞ്ഞ് താജ്മഹലിന്റെ ശില്പം പുറകിൽ വെച്ച് ഇരിക്കുകയാണ് വിഷ്ണു. വിഷ്ണുവിന്റെ അടുത്ത് വന്നിരുന്ന ശേഷം സുസ്മിത ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടൻ ഇവിടെ വന്നിരുന്ന് എന്ത് ചെയ്യുക? വിഷ്ണു പറയുന്നു, ഞാനിവിടെ എന്ത് ചെയ്യാനാ? ഒന്ന് സൂക്ഷിച്ചൊക്കെ നോക്കിയിട്ട് സുസ്മിത വീണ്ടും ചോദിക്കുകയാണ്, എന്താ ഒരു കള്ളലക്ഷണം? അത് നിനക്ക് വെറുതെ തോന്നുന്നതാണ്. സത്യം പറ, എന്നെ കുറിച്ച് ആലോചിക്കുകയായിരുന്നില്ലേ വിഷ്ണുവേട്ടൻ? നിന്നെ കുറിച്ച് ആലോചിക്കാൻ എനിക്കെന്താ തലയ്ക്ക് വട്ടുണ്ടോ? അത് കേട്ട് വിഷ്ണുവേട്ടാന്ന് വിളിക്കുകയാണ് സുസ്മിത. വിഷ്ണു ചോദിക്കുകയാണ്, എന്റെ പൊന്നു സുസ്മിത, നീ എന്നെ ഒന്ന് വെറുതെ വിടുമോ? ഇപ്പൊ നോക്കിയാലും നീ എന്റെ പിന്നാലെയാണല്ലോ. ഇല്ല, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ എന്ത് തെറ്റാടി നിന്നോട് ഞാൻ ചെയ്തത്? ഒരിക്കലും എനിക്ക് ഇതിൽ നിന്നും ഒരു മോചനമില്ലേ എന്ന് തൊഴുതുകൊണ്ട് ചോദിക്കുകയാണ് വിഷ്ണു. എഴുന്നേറ്റ ശേഷം സുസ്മിത ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്നെ പ്രേമിക്കാൻ നടക്കുന്നത് തന്നെയാണ് നീ ചെയ്യുന്ന തെറ്റ്. അല്ലെങ്കിൽ തന്നെ നീ ആരാണെന്നാ നിന്റെ വിചാരം? പറയ, നിന്നെ കണ്ട ഉടനെ പ്രേമത്തിൽ മുങ്ങിത്താഴാൻ ഞാൻ എന്താ കണ്ണുപൊട്ടനാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ ഈ ഓവർ മേക്കപ്പും ലിപ്സ്റ്റിക്കും പിന്നെ ഈ പളവളാന്ന് വിളങ്ങുന്ന ഡ്രസ്സൊക്കെ കണ്ടാൽ ഏതൊരാളും വീഴുമെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ എന്നാൽ നിനക്കത് തെറ്റി. വിഷ്ണുവിനെ ആ കൂട്ടത്തിൽ നീ പ്രതീക്ഷിക്കേണ്ട. മനസ്സിലായോ നിനക്ക് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ സത്യഭാമം സുസ്മിത പറയുകയാണ്, മനസ്സിലായി, പക്ഷേ സോറി. വിഷ്ണുവേട്ടന് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ ഫാമാൻറ്റി പറഞ്ഞതുപോലെ അതൊക്കെ ഒരു തമാശയായിട്ടേ ഞാൻ കണക്കാക്കൂ. തൽക്കാലം വിഷ്ണുവേട്ടന്റെ മൂഡ് ശരിയല്ല എന്ന് മനസ്സിലായി. ഞാൻ പ്രീതിയുടെ റൂമിലേക്ക് പൊയ്ക്കോളാം. അവളാകുമ്പോൾ എന്നെ പരിഹസിക്കില്ല എന്ന് ഉറപ്പുണ്ട്. വിഷ്ണു പറയാണ്, ആ അതാ നല്ലത്, ഓടിച്ചെല്ല് ചെല്ല് ചെല്ല് എന്ന് പറഞ്ഞ് സുസ്മിതയെ പറഞ്ഞയക്കുകയാണ് വിഷ്ണു. സുസ്മിത ചെന്ന് പ്രീതിനെ വിളിച്ചുകൊണ്ട് പ്രീതിയുടെ വാതിൽ മുട്ടുകയാണ്. അത് കേട്ടകത്തൊന്ന് ആകെ ടെൻഷൻ അടിക്കുകയാണ് പ്രീതിയും അർജുനും. പ്രീതി അർജുനോട് പറയുകയാണ്, സുസ്മിതയാണ്. അതേസമയം സുസ്മിത പോയ ശേഷം വിഷ്ണു ചിന്തിക്കുകയാണ്, അയ്യോ, പ്രീതിയുടെ റൂമിലേക്ക് അവിടെ അർജുനില്ലേ, അപ്പോൾ അത് ശരിയാകില്ലല്ലോ. സ്നേഹത്തോടുകൂടി സുസ്മി എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ് വിഷ്ണു. പ്രീതിയുടെ വാതിൽക്കൽ ചെന്ന ശേഷം ചിരിച്ചുകൊണ്ട് വിഷ്ണു ചോദിക്കുകയാണ്, ഇവിടെ നിൽക്കുകയാണോ? വന്നാട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ വിഷ്ണുവേട്ടാന്ന് സുസ്മിത ചോദിക്കുമ്പോൾ സുസ്മിതയുടെ കൈയും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് പോവുകയാണ് വിഷ്ണു. അതിനുശേഷം സുസ്മിതയെ വിഷ്ണുവിന്റെ റൂമിൽ കട്ടിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ് വിഷ്ണു. ഇവിടെ ഇരിക്കെ പറയട്ടെ. സുസ്മിത പോയപ്പോൾ ആശ്വസിക്കുകയാണ് അർജുനും പ്രീതിയും. അർജുൻ ചോദിക്കുകയാണ്, അവള് പോയോ? തൽക്കാലം രക്ഷപ്പെട്ടു. വിഷ്ണുവേട്ടനാണ് രക്ഷപ്പെടുത്തിയത്. വീണ്ടും പ്രീതി അർജുന് ഭക്ഷണം കൊടുക്കാൻ നോക്കുമ്പോൾ വേണ്ടെന്ന് പറയുകയാണ് അർജുൻ. സ്നേഹത്തോടുകൂടി സുസ്മിതയോട് സംസാരിക്കുകയാണ് വിഷ്ണു. അല്ല, സുസ്മി എന്നോട് പിണങ്ങിപ്പോയതാണോ? വിഷ്ണുവേട്ടനോട് അങ്ങനെ ആരാ പറഞ്ഞത്? അല്ല, ഞാൻ കരുതി ഞാൻ നിങ്ങളെയൊക്കെ കളിതമാശയ്ക്ക് പറഞ്ഞപ്പോൾ സുസ്മി പിണങ്ങിപ്പോയതായിരിക്കുമെന്ന്. എന്തിന്? എനിക്കറിയാമല്ലോ വിഷ്ണുവേട്ടൻ എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടെന്ന്. എന്നോട് നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ ലവ് ലെറ്ററിൽ എഴുതിയ ആളല്ലേ വിഷ്ണുവേട്ടൻ? ആ അതെ അതെ എന്നൊക്കെ ചിരി വരുത്തിക്കൊണ്ട് പറയുകയാണ് വിഷ്ണു. അല്ല, ഇപ്പൊ എന്താണെന്നറിയാമോ? ഞാൻ സുസ്മിയെ ടെസ്റ്റ് ചെയ്തതാണ്, എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ. ടെസ്റ്റോ? എന്ത് ടെസ്റ്റ് എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അതെന്താന്ന് വെച്ചാലേ, നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരുപാട് മുന്നോട്ട് പോകാനുള്ളതല്ലേ. അപ്പോഴെപ്പോഴെങ്കിലും ഞാൻ സുസ്മിയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ സുസ്മി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിണങ്ങുമോന്ന് എനിക്കറിയണ്ടേ, അതിനുള്ള ടെസ്റ്റ്. ഓ, അങ്ങനെയെന്ന് പറയുകയാണ് സുസ്മിത. എന്നിട്ട് ഞാൻ വിജയിച്ചോ? വിഷ്ണു പറയുകയാണ്, പിന്നല്ലാതെ. സുസ്മി സൂപ്പർ അല്ലേ? അപ്പോൾ വിഷ്ണുവേട്ടൻ പരിഹസിച്ചതൊന്നും ആത്മാർത്ഥമായിട്ട് അല്ലല്ലോ, അല്ലേ? ഏയ്, ഒരിക്കലുമല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ സുസ്മിയോട് അങ്ങനെ പറയുമോ? സുസ്മി, സത്യം പറഞ്ഞാലേ നിന്റെ മുഖത്തിന് നല്ല മാച്ചാണ് ഈ മേക്കപ്പ്. പിന്നെ ഈ ഡ്രസ് ഇട്ടപ്പോൾ ഒരു രാജകുമാരിയെ പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നല്ല തിളക്കമല്ലേ കാണാൻ. ഇതൊക്കെ കേട്ട് കട്ടിൽ നിന്നും ചാടി സന്തോഷത്തോടുകൂടി എഴുന്നേൽക്കുകയാണ് സുസ്മിത. ആണോ? അത്രയ്ക്ക് ഇഷ്ടമായോ വിഷ്ണുവേട്ടന്? പിന്നെ സൂപ്പർ അല്ലേടി നീ. അന്നേരം സുസ്മിത ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ട്രിപ്പ് പോയാലോ? ഈ ഡ്രസ് ഇട്ട് നമുക്ക് കുറെ സെൽഫി എടുക്കാം. പാളിയല്ലോ ഭഗവാനെ എന്ന് ആലോചിക്കുകയാണ് വിഷ്ണു. വീണ്ടും സുസ്മി ചോദിക്കുകയാണ്, നമുക്ക് പോയാലോ വിഷ്ണുവേട്ടാ? സുസ്മിയുടെ കൈ തട്ടി മാറ്റിയിട്ട് വിഷ്ണു പറയുകയാണ്, അതെന്താണെന്നറിയാമോ സുസ്മി, എനിക്കിന്ന് ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ടാണ് ട്രിപ്പ് നമുക്ക് മറ്റൊരു ദിവസമാക്കാം. ആണോ? ആർ യു ഷുവർ എന്ന് സുസ്മി ചോദിക്കുമ്പോൾ എന്ന് വെച്ചാൽ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. ഉറപ്പായും പോകാമോ എന്ന് വിഷ്ണു ചിരിച്ചുകൊണ്ട് പറയാണ്, ഉറപ്പായിട്ടും പോകാം. അപ്പോ വിഷ്ണുവേട്ടൻ എന്നോട് പിണക്കമൊന്നും ഇല്ലല്ലോ, അല്ലേ? ഇല്ലില്ല, പിണക്കം ഇല്ല എന്ന് മാത്രമല്ല ഭയങ്കര ഇഷ്ടമാണ്. എന്നാ പിന്നെ നമുക്ക് മറ്റൊരു ദിവസം പോകാം.
അന്നും ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇട്ടോണ്ട് വരാം. ആ മതി മതി, വീണ്ടും സുസ്മി ചോദിക്കുകയാണ്. എങ്കിൽ പിന്നെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, ഇപ്പൊ നീ ഒന്ന് പോയി തന്നാൽ മതി. അന്നേരം പിണങ്ങിയ പോലെ സുസ്മിത ചോദിക്കുകയാണ്. അയ്യോ അതെന്താ? അതെന്താന്നറിയാമോ, നീ ഇവിടെ വന്ന് നിന്നാലേ നിന്റെ അടുത്ത് വന്ന് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ തോന്നും. പിന്നെ എന്റെ ഒരു ജോലിയും നടക്കില്ല. പിന്നെ നമ്മുടെ ട്രിപ്പ് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ചിരിച്ചുകൊണ്ട് സുസ്മി പറയുകയാണ്. അപ്പോ പിന്നെ ഞാൻ പോകാം അല്ലേ? അതാ നല്ലതെന്ന് വിഷ്ണു പറയുമ്പോൾ ശരി വിഷ്ണു ഏട്ടാന്നും പറഞ്ഞ് റൂമിൽ നിന്നും ഇറങ്ങുകയാണ് സുസ്മിത. സുസ്മിത താഴേക്ക് പോകുന്നത് കണ്ട് ആശ്വസിക്കുകയാണ് വിഷ്ണു. പോകുന്ന സുസ്മിത തിരിഞ്ഞു നിൽക്കുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്. ഇനി എന്താ? തിരിഞ്ഞു നിന്ന സുസ്മിത ഒരു ഫ്ലൈയിങ് കിസ് നൽകുകയാണ്. പോടി എന്ന് പറഞ്ഞ് അത് പിടിക്കുകയാണ് വിഷ്ണു. വിഷ്ണു പോയ ശേഷം പുല്ലെന്നും പറഞ്ഞ് പോവുകയാണ് വിഷ്ണു. വിഷ്ണു പറയുകയാണ്. എന്റെ ദൈവമേ, വല്ലാത്തൊരു അവസ്ഥയാണല്ലോ ഇത്. എടി പ്രീതി, നിനക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. അതേസമയം ബോബന്റെ വീട്ടിൽ ശാരിക അന്വേഷിക്കുകയാണ് ബോബൻ. ശാരിക കയറിയ റൂമിന്റെ വാതിൽ തുറന്നു നോക്കുകയാണ് ബോബൻ. ഡോറിന്റെ മറവിലേക്ക് ഒളിഞ്ഞു നിൽക്കുകയാണ് ശാരിക. ബോബൻ അകത്തേക്ക് കയറുമ്പോൾ പെട്ടെന്ന് ബോബനെ കട്ടിലിലേക്ക് തള്ളിയിട്ട ശേഷം റൂമിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് ശാരിക. ഡി എന്നും പറഞ്ഞ് ബോബനും പിന്നാലെ പോകുന്നു. ശാരിക ഓടി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുകയാണ് രാജീവ്. രാജീവിനെ കണ്ട് ഓടി രാജീവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ശാരിക. അന്നേരം ശാരികയെ ചേർത്ത് പിടിക്കുകയാണ് രാജീവ്. ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് ബോബൻ. ദേഷ്യപ്പെട്ട് ബോബൻ ചോദിക്കുകയാണ്. ആരാടാ നീ? എന്താടാ ഇവിടെ കാര്യം? ഞാൻ രാജീവ്, വാദ്യാരാണ്. രാജീവ് രംഗനാഥ്. നിന്നെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. ഞാൻ മാത്രമല്ല, വേറെ ചിലരെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. രാജീവ് ഗേറ്റിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് വണ്ടി അകത്തേക്ക് കയറുകയാണ്. വണ്ടിയിൽ നിന്നും CI സുരേഷും സംഘവും ഇറങ്ങുകയാണ്. പോലീസിനെ നോക്കി നിൽക്കുകയാണ് ബോബൻ. പിന്നീട് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ട് റോഡിലൂടെ നടന്നു പോകുന്ന ശാരികയാണ്. അന്നേരം ബൈക്കിലെത്തുകയാണ് രാജീവ്. ശാരികയുടെ അടുത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയ ശേഷം രാജീവ് പറയുകയാണ്. ഡോ നിക്ക്. ഞാൻ എങ്ങോട്ടാ ഈ ഓടിപ്പോകുന്നത്? കരഞ്ഞുകൊണ്ട് ശാരിക പറയുകയാണ്. എനിക്ക് പോണം സാർ. വയ്യ എനിക്ക് പോണം എന്ന് പറഞ്ഞ് റോഡിൽ തന്നെ നിന്ന് കരയുകയാണ് ശാരിക. രാജീവ് ചുറ്റുമൊക്കെ നോക്കിയിട്ട് പറയണം. എടോ എന്തുവാടോ ഇത്? കരയല്ലേ പ്ലീസ്, ആരെങ്കിലും ഒക്കെ കാണും. എടോ കരയാതിരിക്കുകയെന്നും പറഞ്ഞ് ശാരികയെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുകയാണ് രാജീവ്. ശാരിക പറയുകയാണ്. സാർ എന്നോട് ക്ഷമിക്കണം. സാറിന്റെ സമയം ഞാൻ മെനക്കെടുത്തി. ഡോ അതൊന്നും സാരമില്ല. താനൊരു അപകടത്തിൽ പെടുമ്പോൾ വന്ന് രക്ഷിക്കേണ്ടത് ഞാനാണെന്ന് ഉടയ തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ 8 മല്ലന്മാർ നേരെ വന്നാൽ ഇടിച്ചിടാൻ മഹാസേനൻ ഒന്നുമല്ല ഈ ഫാവിലെച്ചർ. അതുകൊണ്ടാണ് പോലീസിന്റെ സഹായം തേടിയത്. പിന്നെ സ്ഥലം SI ഒരു സഹപാഠിയുടെ ഏട്ടനായതുകൊണ്ട് ഈ കേസിൽ തന്റെ പേര് വെളിയിൽ വരത്തില്ല. അവനും അവൾക്കുമെതിരെ വേറൊരു കേസ് ചാർത്തിക്കോളും പോലീസ്. സംഗതിയെല്ലാം ക്ലീൻ ആക്കിയെന്ന് ചുരുക്കം. പക്ഷേ കരച്ചിൽ നിർത്തുന്നില്ല ശാരിക. എന്തോ എനിക്കൊന്നും അറിയില്ല, പേടിച്ചിട്ട് ഇപ്പോഴും വിറയ്ക്കുകയാണ് ഞാൻ. എടോ എന്തിന്? എന്ത് സ്വഭാവമാണോ ഇയാളുടെ? എന്നെയും പേടി, പോലീസിനെയും പേടി. പക്ഷേ റോഷ്നിയെയും ബോബനെയും പോലുള്ള ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ ഒരു പേടിയും ഇല്ല. എടോ മതി, താൻ കരച്ചിൽ നിർത്തിക്കേ. കരയാൻ വേണ്ടി പറഞ്ഞതില്ല. അല്ലെങ്കിൽ തന്നെ ഇതിനു മാത്രം കണ്ണീര് എവിടെ ഇരിക്കുന്നു? താൻ കേറ്, ഞാൻ വിടാം. എന്റെ ബൈക്കിൽ താൻ കേറുമോ? കേറുമെന്ന് തലയാട്ടുകയാണ് ശാരിക. എങ്കിൽ കേറെന്ന് ചിരിച്ചുകൊണ്ട് രാജീവ് പറയുമ്പോൾ ശാരിക രാജീവിന്റെ ബൈക്കിൽ കയറുകയാണ്. ശാരിക കയറിയിരുന്ന ശേഷം രാജീവ് പറയുകയാണ്. എടോ ആ കൈയെടുത്ത് എന്റെ തോളിലോട്ടൊന്ന് വയ്ക്ക്, എങ്കിലേ ഈ ബൈക്ക് സ്റ്റാർട്ട് ആകൂ. ഓടി തുടങ്ങുമ്പോൾ ഇയാൾക്ക് വേണമെങ്കിൽ കൈയെടുത്ത് മാറ്റാം. ശാരിക കൈ രാജീവിന്റെ തോളിലേക്ക് വെക്കുമ്പോൾ രാജീവ് പറയുകയാണ്. എടോ താൻ സമാധാനമായിട്ടിരിക്കെ. ദൈവം ചിലപ്പോൾ ഹീറോയെയും ഒന്നുകൂടി ക്ലോസ് ആക്കാൻ ഒരുക്കിയ സിറ്റുവേഷൻ ആയിരിക്കും ഇത്. അന്നേരം ചിരിക്കുകയാണ് ശാരിക. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. അവിടെ ശാലിനിയും ശാരദാമ്മയും കുറുപ്പ് സാറും ഒക്കെ ഉണ്ട്. കുറുപ്പ് സാർ പറയുകയാണ്. ബ്ലൂ ഡയമണ്ട് ക്ലബ്ബ് പണ്ട് മഹാരാജാവിന്റെ കാലത്തെ ഉള്ളതാണ്. അവരായി പാചക മത്സരം നടത്തുന്നത്. ശ്യാമ പറയുകയാണ്. അന്യനാട്ടിലൊക്കെ ഈ ഫുഡ് കോമ്പറ്റീഷൻ വലിയ ആഘോഷമാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണ്. കുറുപ്പ് സാർ പറയുകയാണ്. അതെ, ഇവിടെ ആദ്യമായിട്ടാണ് അവർ ഇങ്ങനെ ഒരു പാചക മത്സരം നടത്തുന്നത്. ഒന്നാം സമ്മാനം എത്തുന്ന ആൾക്ക് 11,11,11,000 രൂപയാണ്. അത് കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് എത്തിയത് വേറൊരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ 10 ലക്ഷം രൂപയല്ലേ ശാരദാമ്മയുടെ തല പോകുന്ന കേസ്. ഈ പാചക മത്സരത്തിൽ ജയിച്ചാൽ അതിനൊരു പരിഹാരമാകും. എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്. അല്ല കുറുപ്പ് സാറ്, ഈ പാചക മത്സരം എന്നൊക്കെ കേൾക്കുന്നത് തന്നെ അപൂർവമാണ്. അത് മനസ്സിലാക്കാതെ ഞാൻ എന്ത് മറുപടി പറയാനാണ്? ശാലിനി പറയുകയാണ്. ഫുഡ് കോമ്പറ്റീഷൻ എന്നാൽ എന്താണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അമ്മ അത് കേട്ടിട്ട് തീരുമാനിച്ചാൽ മതി.
അതിനുശേഷം ശാരദാമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ശാലിനി. സമയം ശാരികയും കൊണ്ട് ബൈക്കിലെത്തുകയാണ് രാജീവ്. ശാരിക പറയുകയാണ്, ഇവിടെ നിർത്തിയാൽ മതി സാർ. രാജീവ് പറയുകയാണ്, അവിടെ വരാന്തയിൽ എന്തോ മീറ്റിംഗ് ആണെന്ന് തോന്നുന്നല്ലോ. ഇവിടെ വണ്ടി നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ആകെ കുഴപ്പമായേനെ. ശാരിക വല്ലാതെ നിൽക്കുന്നത് കണ്ട് ശാരികയുടെ കയ്യിൽ പിടിച്ചിട്ട് രാജീവ് പറയുകയാണ്, അതെ, കുടിച്ച ജ്യൂസിന്റെ ഹാങ് ഓവർ തനിക്കുണ്ട്. നേരെ അകത്ത് കയറി ആരോടും സംസാരിക്കാതെ കുളിച്ചിട്ട് ഒരൊറ്റ ഉറക്കമങ്ങ് ഉറങ്ങിയാൽ മതി. എല്ലാം ഓക്കെ ആയിക്കോളും. ഇയാളെ ഈ ബൈക്കിന് പിന്നിലിരുത്തി ഒരുപാട് കറങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ ആദ്യമായിട്ട് ഇയാൾ ഈ ബൈക്കിൽ കയറിയത് ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷനിൽ ആയിപ്പോയി. ആ സാരമില്ല, ഇയാള് ചെല്ല്. പോകാൻ തുടങ്ങിയ ശാരിക തിരിഞ്ഞു നിന്ന്, സാർ ഈ കാര്യം എന്ന് പറയുമ്പോൾ രാജീവ് പറയുകയാണ്, പുറത്താരും അറിയില്ല. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനൊന്നും അല്ല ഞാൻ. ഇതുപോലുള്ള ഒരു കാര്യം പുറത്തറിഞ്ഞാൽ കുറ്റം ആണിന്റെ ഭാഗത്താണെങ്കിലും സമൂഹം പെണ്ണിനെ പഴിചാരു. അവൾ എന്തിനു പോയി, അവൾ പോയിട്ടല്ലേ എന്നൊക്കെയാകും ചോദ്യങ്ങൾ. സങ്കല്പത്തിൽ പോലും അങ്ങനെ ഒരു കളങ്കം തനിക്ക് വേണ്ട, പ്രത്യേകിച്ച് ഞാൻ താലി ചാർത്താൻ ആഗ്രഹിക്കുന്ന പെണ്ണിന്. ഇത് കേട്ട് ശാരിക പറയുകയാണ്, മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടും സാറിനെ കുരങ്ങ് കളപ്പിച്ചിട്ടുണ്ട് ഞാൻ. സാറ് ക്ഷമിക്കണം. ഏയ്, അതൊക്കെയല്ലേടോ ഈ പ്രണയത്തിന്റെ ഒരു ത്രില്ല് തന്നെ. പക്ഷേ ഇയാൾക്കൊരു ഉപദേശം തരാനുണ്ട് എനിക്ക്. ദയവ് ചെയ്ത് ഇനി ഇതുപോലുള്ള കുരുക്കുകളിൽ ചെന്ന് ചാടരുത്. വല്ലാതെ അപകടം പിടിച്ച പ്രായമാണ് തന്റേത്. ഈ മോഹിപ്പിക്കുന്ന പലതും ചുറ്റിലുമുണ്ടാകും. ഇങ്ങനെ എന്തെങ്കിലും ഓഫറുകൾ കണ്ടാൽ ഭ്രമിച്ചു പോകരുത് എന്നർത്ഥം. കാരണം ആരും ഒന്നും വെറുതെ കൊടുക്കത്തില്ല. ഒരു ദുരുദ്ദേശം അതിന്റെ പിന്നിൽ ഉണ്ടാകും. എന്ന് വെച്ചാൽ അർഹിക്കുന്നതിലധികം പണം ആര് വെച്ച് നീട്ടിയാലും സംശയിച്ചേ തീരൂ, പ്രത്യേകിച്ചും ഒരു പെണ്ണ്. തെറ്റുപറ്റിപ്പോയി സാർ, ഐ എം വെരി വെരി സോറി. രാജീവ് പറയുകയാണ്, ഇറ്റ്സ് ഓക്കെ, അത് കഴിഞ്ഞു, ഇനി ഇത് ആവർത്തിക്കരുതെന്നാണ് പറഞ്ഞത്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, മനസ്സിലായി സാറേ, പക്ഷെ ഞാനത് ശീലിച്ചിട്ടില്ല. ഒന്നാമത് വലിയ വലിയ ഹോട്ടലിൽ നിന്നുള്ളവരൊക്കെ മത്സരത്തിന് കാണും. ഈ പുറത്തൊക്കെ പോയി പാചകം പഠിച്ചിട്ട് വരുന്ന പിള്ളേരൊക്കെ ഉണ്ടാകും. ഈ എന്തോ കിരീടം പോലത്തെയുള്ള തൊപ്പിയും വെള്ളയും ഒക്കെ ഇട്ട്, ഇതിനെന്തോ ഒരു പേര് പറയുമല്ലോ മോളെ എന്ന് ശ്യാമയോട് ചോദിക്കുമ്പോൾ ഷെഫ് എന്ന് പറയുകയാണ് ശ്യാമ. അങ്ങനെ എന്തോ ആണ്, എനിക്ക് വയ്യ ഈ ഏടാകൂടമൊന്നും എടുത്ത് തലയിൽ വയ്ക്കാൻ. കുറുപ്പ് സാർ പറയുകയാണ്, ശാരദാമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടാന്നേ. ഈ പാചകം എന്നൊക്കെ പറയുന്നത് വെറുതെ പഠിച്ചെടുക്കാവുന്ന ഒരു സംഗതി അല്ല. കുറെയൊക്കെ ജന്മസിദ്ധമാണ്, പിന്നെ കൈപുണ്യവും വേണം കൂട്ടത്തിൽ. ശാലിനി പറയുകയാണ്, അത് ശരിയാണ്. ഈ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയി പഠിച്ചെന്ന് കരുതി ഒരാൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി കൂടുകയൊന്നും ഇല്ല. ഇനി ഭക്ഷണത്തിന് രുചി കുറഞ്ഞു പോയെന്ന് പറഞ്ഞാലും കിട്ടിയ ഡിഗ്രിയൊക്കെ തിരിച്ചെടുത്ത് വയ്ക്കാനും പറ്റില്ല. നമ്മുടെയൊക്കെ അമ്മമാർ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സും പാസ്സായിട്ടില്ല. എന്നിട്ടും ഏത് 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനേക്കാളും രുചി ഉണ്ടാവും നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം. അതെങ്ങനെയാ വരുന്നതെന്ന് അമ്മയൊന്ന് ആലോചിച്ചു നോക്കിയാൽ നന്നായിരിക്കും. അതേസമയം രാജീവ് ശാരികയോട് പറയുകയാണ്, ഇപ്പോൾ ആപത്തൊന്നും സംഭവിക്കാത്തത് ദൈവാനുഗ്രഹമാണെന്ന് കരുതിയാൽ മതി. ചെറിയൊരു തെറ്റുമതി ജീവിതം മൊത്തം താറുമാറാകാൻ. അതുപോലെ തന്നെ തീരുമാനങ്ങളൊന്നും എടുത്തുചാടി എടുക്കരുത് ഇനി. പലപ്പോഴും നല്ലൊരു സുഹൃത്തിനോട് കാര്യങ്ങൾ പങ്കുവെക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒരാളില്ലായിരുന്നു സാർ, ഇനിയിപ്പോ സാർ ഉണ്ടാവില്ലേ എന്റെ കൂടെ. ശാരികയുടെ കൈ പിടിച്ച് രാജീവ് പറയുകയാണ്, ഞാനുണ്ടാകും എന്നും. ഇയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, വലിയൊരു ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് മാത്രം കരുതിയാൽ മതി. കണ്ണു തുടച്ചിട്ട് താൻ ചെല്ലാൻ നോക്ക്. ശരി സാറെന്നും പറഞ്ഞ് രാജീവിന്റെ കയ്യിൽ നിന്നും കൈയെടുക്കുകയാണ് ശാരിക. ശാരിക മുന്നോട്ട് നടക്കുമ്പോഴേക്കും വണ്ടി എടുത്തു പോവുകയാണ് രാജീവ്. ശാരികയെ കണ്ട് കുറുപ്പ് സാർ പറയുകയാണ്, എത്തിയല്ലോ, ഞാൻ ആലോചിച്ചതേ ഉള്ളൂ ശാരികയെ കണ്ടില്ലല്ലോ എന്ന്. ശാരദാമ്മ പറയുകയാണ്, അവൾ ഒരു ജോലിക്കാര്യത്തിന് പോയതാണ് കുറുപ്പ് സാറേ. ശാരദാമ്മ ചോദിക്കുകയാണ്, എന്തായി മോളെ, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞോ? ശാരിക പറയുകയാണ്, അതൊന്നും ശരിയാവില്ലമ്മേ, അതൊരു വലിയ കമ്പനിയാണ്, നമുക്കൊന്നും പറ്റില്ല. മാത്രമല്ല അവർക്കിപ്പോൾ ആളിനെ വേണ്ടെന്നാണ് പറയുന്നത്. ശാരദാമ്മ പറയുകയാണ്, അപ്പോൾ ആ പ്രതീക്ഷയും മറക്കാം, വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മാത്രം മതി. ശ്യാമ ചോദിക്കുകയാണ്, ഒന്ന് വിശദമായിട്ട് പറ ചേച്ചി, ജോലി ഉറപ്പാണെന്ന് പറഞ്ഞിട്ടല്ലേ ചേച്ചി ഇവിടെ നിന്ന് പോയത്? എന്നിട്ടിപ്പോ എന്തു പറ്റിയെന്ന് ശാരികയുടെ തോളിൽ പിടിച്ച് ശ്യാമ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശ്യാമയെ തട്ടിമാറ്റി ദേഷ്യപ്പെട്ട് ശാരിക പറയുകയാണ്, പറ്റില്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ വീണ്ടും ചോദിക്കുന്നത്? ശാരികയുടെ അപ്രതീക്ഷിതമായ പെരുമാറ്റം കണ്ട് ആകെ പരിഭ്രമിക്കുകയാണ് ശാരദാമ്മയും ശാലിനിയും കുറുപ്പ് സാറും ശ്യാമയും ഒക്കെ. ശാലിനി പരിഭ്രമിക്കുന്നെങ്കിലും അതിലൊന്ന് സംശയിക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.